നമസ്കാരം ഹരികുമാർ സാർ. നമസ്തേ. നമസ്കാരം സാർ. സാർ, അമേരിക്ക ഇന്ത്യയുടെ മേലെ ഈ നിക്ഷേപം വാണിജ്യ ഉപരോധം, അതായത് വാണിജ്യ ഉപരോധം അമേരിക്ക ഇന്ത്യയുടെ മേൽ ചുമത്തുമ്പോൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അതായത് ലക്ഷം കഴിഞ്ഞ് കോടിയാണ്, അപ്പോൾ നമുക്ക് കോടിക്കണക്കിനുമില്ല, അതിന്മേൽ രൂപയുടെ നിക്ഷേപം അമേരിക്കയിലെ വമ്പൻ കമ്പനികളായ ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ നടത്തുന്നു. അത് ഈ അത്രയധികം നിക്ഷേപം നടത്തുകയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സാർ, അമേരിക്ക വാണിജ്യ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വലിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്തുന്നത്. സാർ, അപ്പോൾ ഇങ്ങനെ ഈ വാണിജ്യ ഉപരോധം നടത്തുമ്പോൾ തന്നെ 3 കമ്പനികൾ നിക്ഷേപം നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അത്രയും മഹിമ ഉണ്ട് എന്നുള്ളതാണോ എന്ന് എൻ്റെ ഒരു ചോദ്യം. 2, ഇത് ഈ അപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തിന് അർത്ഥമില്ലാതാവുകയാണോ? എന്തർത്ഥമാണുള്ളത്? ഇപ്പോ അയ്യപ്പദാസ് ചോദിച്ചതുപോലെ ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസത്തിനുള്ളിൽ അമേരിക്കയിലെ 2 കോർപ്പറേറ്റ് ഭീമന്മാര്, ആമസോണ്, മറ്റൊന്ന് മൈക്രോസോഫ്റ്റ്, അവർ 2 പേരും കൂടെ ചേർന്നിട്ട് ഒരാള് $35 ബില്യൺ, അത് ആമസോണാണ്. അപ്പുറത്ത് മൈക്രോസോഫ്റ്റ് $17.5 ബില്യൺ. അപ്പൊ 35ഉം 17.5 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് $52.5 ബില്യൺ നിക്ഷേപം ഇന്ത്യയിൽ പ്രഖ്യാപിച്ചു. ഇത് 2-3 ദിവസങ്ങളുടെ ഇടവേളയ്ക്കുള്ളിലാണ് ഈ വലിയ നിക്ഷേപം പ്രഖ്യാപനം വന്നത്. അതിന് ഏതാണ്ട് 2 മാസം മുമ്പ് ഇവരെ പോലെ തന്നെ അമേരിക്കയിലെ മറ്റൊരു ടെക്നോളജി ഭീമനായ ഗൂഗിള് $15 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആന്ധ്രാപ്രദേശിൽ പ്രഖ്യാപിച്ചു. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പം ഏതാണ്ട് $67-68 ബില്യൺ നിക്ഷേപമാണ് 3 അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിച്ചത് അയ്യപ്പദാസ് പറഞ്ഞതുപോലെ ട്രംപിന്റെ ഈ താരിഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ്. അപ്പൊ എന്താ, യുദ്ധത്തിന് പുല്ലുവിലയില്ലേ? അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യൻ സമ്പദ്ഘടനയെ ഞെരുക്കി അമേരിക്കയുടെ ആവശ്യങ്ങൾ ഇന്ത്യയെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അമേരിക്കൻ കോർപ്പറേറ്റ് ഭീമന്മാർ ഇന്ത്യയിൽ നിക്ഷേപം നടത്തും, മറുഭാഗത്ത് ട്രംപ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർക്കാനും ശ്രമിക്കും. ഇതെന്താ, ഒരു രാജ്യത്തിൽ നിന്ന് തന്നെ പരസ്പര വിരുദ്ധമായ 2 സൂചനകൾ പുറത്തേക്ക് വിടുന്നത്? അത് ട്രംപിന്റെ ആശയത്തോട്, അല്ലെങ്കിൽ ട്രംപിന്റെ ഈ താരിഫ് പോളിസിയോട് അമേരിക്കൻ കോർപ്പറേറ്റ് ലോകം യോജിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ? ന്യായമായിട്ട് സംശയിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ഇത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പെടുന്ന ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 2 രീതിയിലാണ് വിദേശ നിക്ഷേപം ഒരു രാജ്യത്തേക്ക് എത്തുന്നത്. ഒന്നാമത്തേത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. വിദേശ രാജ്യത്ത് പോയിട്ട് വലിയ തോതിൽ മൂലധനം നിക്ഷേപിച്ച് അവിടെ ഫാക്ടറികളും മറ്റ് രീതിയിലുള്ള നോളജ് സെന്ററുകളും ഒക്കെ തുടങ്ങും. മറ്റൊന്ന്, വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കും. അത് 2 രീതിയിലുണ്ട്. ഇൻഡിവിജ്വൽ നിക്ഷേപകരുണ്ടാവും, മുഖ്യമായിട്ടും പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന വലിയ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുന്നത്. അത് അത്ര വലിയ കാര്യമല്ല, കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും അത് പിൻവലിക്കും. ഇപ്പം ഒരു $10 ബില്യൺ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വേണമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് വിറ്റഴിക്കാം. അതല്ലെങ്കിൽ പോട്ടെ, ഒരാഴ്ച കൊണ്ട് അവർക്ക് അവരുടെ നിക്ഷേപം മുഴുവൻ പിൻവലിക്കും. അത് ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് തകർച്ചയുണ്ടാകും. പക്ഷെ ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഒരു ദിവസം കൊണ്ട് പിൻവലിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവര് ഒരു വലിയ മുതൽ മുടക്കി ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ച് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്ത് ഒക്കെ ചെയ്യുന്ന ഒരു നിക്ഷേപം. അതൊരു ദീർഘകാലത്തേക്കുള്ള നിക്ഷേപമാണ്. അത് അഥവാ പിൻവലിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോൾ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാ രാജ്യവും സ്വാഗതം ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ 3 അമേരിക്കൻ ഭീമന്മാര്
ഇന്ത്യയിൽ വാഗ്ദാനം ചെയ്തു. എന്തായിരിക്കാം കാരണം? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒന്നുകിൽ ട്രംപിന്റെ പോളിസികളോടുള്ള അവരുടെ വിയോജിപ്പ് അവർ ഈ രീതിയിൽ പ്രകടിപ്പിക്കാൻ, അതൊന്നും അല്ല കൃത്യമായി പറഞ്ഞ അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ നിക്ഷേപം നോക്കുമ്പോൾ ഈ 3 കമ്പനികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിലാണ് ഈ പണം നിക്ഷേപിക്കുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇപ്പൊ ഉദാഹരണത്തിന് സത്യ നാദല്ലയാണ് മൈക്രോസോഫ്റ്റിന്റെ സിഇഒ, ഇന്ത്യൻ വംശജനാണ് അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. അതിനുശേഷമാണ് അവർ പ്രഖ്യാപിച്ചത്. അപ്പോ ഒന്ന്, ഈ ഹൈദരാബാദിലായിരിക്കും വലിയ തോതിലൊരു നിക്ഷേപം. ക്ലൗഡ് എന്ന് പറയുന്ന ഒരു സമയം നമുക്കറിയാമല്ലോ, ഈ ക്ലൗഡിലാണല്ലോ നമ്മൾ പലതും ഇപ്പൊ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ക്ലൗഡിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെ അവരുടെ AI ഡാറ്റ ഹബ്ബുകളുണ്ട്, AI ഹബ്. ആ ഹബ്ബുകള് ചെന്നൈയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, പൂനെയിലുമുണ്ട്. ഈ 3 കേന്ദ്രങ്ങളും വികസിപ്പിക്കുക. പിന്നെ ഈ ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിൽ വലിയ ട്രെയിനിങ് കൊടുക്കുക. കാരണം ആ ട്രെയിനിങ് കൊടുക്കുന്ന അവർക്ക് അങ്ങനെയുള്ള AI മേഖലയിലെ സ്കില്ല് ഉള്ള ചെറുപ്പക്കാരെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത്തരം 20 ലക്ഷം, ക്ഷമിക്കണം, ലക്ഷമല്ല, 20 മില്യൺ ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുക. 2 കോടി AI വിദഗ്ധരെ ഈ നാട്ടിൽ സൃഷ്ടിച്ചെടുക്കാനാണ് അവര് സ്കില്ലിംഗ് മേഖലയിൽ വലിയ ഒരു എന്താണ് നിക്ഷേപം അവർ നടത്തുന്നത്. പിന്നെ മാത്രമല്ല, അത് 2030 ആകുമ്പോഴേക്കും ഏതാണ് വീണ്ടും അവര് ഒരു പിന്നെ ദശലക്ഷങ്ങൾ ആയിട്ടുള്ള ആൾക്കാരെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ സ്കില്ലുള്ള ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കാനാണ് അവരുടെ മുതൽ മുടക്ക്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഇന്ത്യ അവരുടെ ഈ പറയുന്ന പല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഹബ്ബാക്കി മാറ്റുകയും അതിനാവശ്യമുള്ള വർക്ക് ഫോഴ്സിനെ ഇന്ത്യയിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചെടുക്കാനും ആ മേഖലയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പണം ചെലവാക്കാനും തയ്യാറാണ്. ഇതുതന്നെയാണ് ആമസോണിനും ഏതാണ്ട് ഇതേ ആശയങ്ങൾ തന്നെയുള്ള AI ഡ്രിവൺ ഡിജിറ്റലൈസേഷന്. പിന്നെ ആമസോൺ ഒരുപാട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. ആ എക്സ്പോർട്ട് 2030 ആകുമ്പോഴേക്കും ബില്യൺ US$ ആക്കി വർദ്ധിപ്പിക്കുക, അത് അവരുടെ ലക്ഷ്യം. ഇതിൽ നിന്നുള്ള കയറ്റുമതി ഇതിന്റെ ഈ താരിഫ് നയത്തിന് ഘടകവിരുദ്ധമാണത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആമസോണിന്റെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയും കൂടാണ് ഈ 35 ബില്യൺ US$ എന്ന് പറയുന്ന അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പിന്നെ സർക്കാരിന്റെ പിന്നെ AI ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളുണ്ട്. ആ പരിപാടികളിലൊക്കെ തന്നെ അവര് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കാരണം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നതിലൂടെ അവർക്ക് അതിൽ നിന്ന് ഒരുപാട് റിട്ടേൺ കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു എന്താണ് ഇന്ത്യയെ സംബന്ധിച്ച് പദ്ധതിയാണ് അവരുടെ മനസ്സിലുള്ളത്, വലിയൊരു പദ്ധതി. ആ ആർട്ടിഫിഷ്യൽ ഒരു ഹബ്ബാക്കി ഇന്ത്യ മാറുമ്പോൾ അതിന്റെ പ്രയോജനം മുഴുവൻ മറ്റ് കമ്പനികൾ കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പോ അമേരിക്കൻ സർക്കാരിന് വേണമെങ്കിൽ ഇന്ത്യയുമായിട്ട് എതിർത്ത് നിൽക്കാം. പക്ഷെ അമേരിക്കയിലെ കോർപ്പറേറ്റ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മീഡിയം സൈസ്ഡ് അല്ലെങ്കിൽ ലാർജ് എക്കോണമിയാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരു സമ്പദ്ഘടന അമേരിക്കയുടെ താരിഫ് അല്ലെങ്കിൽ ഉപരോധ നടപടികൾക്കൊക്കെ തന്നെ അതീതമായിട്ട് വളരുമ്പോൾ ആ വളർച്ചയുടെ നേട്ടം കൊയ്യാൻ ആരെങ്കിലും ഇവിടെ വരും. ഇപ്പൊ അമേരിക്കൻ കമ്പനികൾ നിക്ഷേപിക്കുന്നില്ലെങ്കിൽ ജാപ്പനീസ് കമ്പനികൾ വരും, കൊറിയൻ കമ്പനികൾ വരും, യൂറോപ്യൻ കമ്പനികൾ വരും. സർക്കാർ ഒന്ന് ചെറുതായിട്ട് തലകുലിക്കാൻ മതി ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ചൈനീസ് കമ്പനികൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അവർക്ക് അങ്ങനെ അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോ ഈ വലിയ അവസരത്തെ വേണ്ടെന്ന് വെക്കുന്ന മണ്ടത്തരമാണ് കോർപ്പറേറ്റ് ലോകത്തിനെ സംബന്ധിച്ച്. സർക്കാരിന് വേണമെങ്കിൽ ഇപ്പം ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയുടെ പൈസയാ പോകുന്നത്. അമേരിക്കയുടെ പിന്നെ നികുതിദായകന് നഷ്ടം ഉണ്ടായാലും ലാഭം ഉണ്ടായാലും ട്രംപ് എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് മുന്നോട്ട് പോയാൽ മതി. ആ ബിസിനസ്സിന് പറ്റിയത് ഇപ്പം ക്രിപ്റ്റോ കറൻസിയിലാണ് ട്രംപും കുടുംബവും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം പാകിസ്ഥാനാണ്.
ട്രംപിനെ സംബന്ധിച്ച് തൽക്കാലം നിയമവ്യവസ്ഥത ഇല്ലാത്ത ഒരു രാജ്യമാണ് നല്ലത്. ഇവിടെ ഒരു കോർപ്പറേറ്റ് ലോകത്തിൽ അങ്ങനെയല്ല. കോർപ്പറേറ്റ് ലോകം ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അവരെപ്പോഴും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ വിഷയം, ഈ രാജ്യത്ത് വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്, ഇതിന്റെ സമ്പദ്ഘടന വളർന്നുകൊണ്ട് എത്രത്തോളം ഉണ്ട്. രണ്ടാമത്, ഇവിടെ ഒരു നീതി ന്യായ വ്യവസ്ഥിതിയുണ്ട്. അതായത് ഒരു കോർപ്പറേറ്റ് ലോകത്തിന് ഒരു തർക്കമുണ്ടായാൽ ആ തർക്ക പരിഹാരത്തിന് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. നിഷ്പക്ഷമായ ഒരു ജുഡീഷ്യറി ഉണ്ട്. പിന്നെ ഭരണസ്ഥിരതയുണ്ട്. ഇങ്ങനെ കുറെ ഘടകങ്ങൾ വെച്ചിട്ടാണ് അവര്. പിന്നെ ഇപ്പം എൻവയോൺമെന്റ് ഒക്കെ ഒരു ഘടകമാണ്. അത് പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ പുതിയ നിക്ഷേപ മാനദണ്ഡങ്ങളൊക്കെ വന്നു. പക്ഷെ എങ്കിലും ഞാനീ പറഞ്ഞ ഭരണസ്ഥിരത, വളർച്ച, ഇതൊക്കെയാണ് പലപ്പോഴും, അതുപോലെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം, ഇതൊക്കെയാണ് പലപ്പോഴും ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രധാനം. കാരണം അവൻ്റെ ഒരു തുകയാണ് ആ മുടക്കുന്നത്, അതിനൊരു സുരക്ഷ വേണം. ആ സുരക്ഷ ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിയുകയും മറ്റേതു രാജ്യത്തിനേക്കാൾ വളർച്ചയുടെ ഗതിവേഗം സമ്പദ്ഘടനയ്ക്കുണ്ടെന്ന് തിരിച്ചറിയുകയും, അത് കാരണം ട്രംപ് ഇനി എന്ത് വേണമെങ്കിലും ചിന്തിച്ചു. പക്ഷേ അമേരിക്കയിലെ കോർപ്പറേറ്റുകൾ ഇന്ത്യയെ കൈവിടാൻ തയ്യാറല്ല. തൽക്കാലം ഇതൊക്കെ ട്രംപിനും അറിയാം. ഒരു ഭാഗത്തുകൂടി ക്യാരറ്റും മറുഭാഗത്തുകൂടി സ്റ്റിക്കും. അതായത് ഒരു കയ്യിൽ വടിയും ഒരു കയ്യിൽ പ്രീണനവും മറുകൈയിൽ ദണ്ഡനവും. ഈ ഒരു പോളിസി തന്നെ ആണ് ട്രംപിന്റെ മനസ്സിലുമുള്ളത്. പക്ഷെ തൽക്കാലം അയാളുടെ വരുതികൾക്കുള്ളിൽ നിൽക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നുള്ളതാണ് അയാളെ ഒന്ന് വിറളി പിടിപ്പിക്കുന്നത്. പക്ഷെ ഇതിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അത് അമേരിക്കൻ കോർപ്പറേറ്റുകൾ മനസ്സിലാക്കി അവർ ഇൻവെസ്റ്റ് ചെയ്യും. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ സമയപരിമിതി പോലും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല, എങ്കിലും ഇതിന്റെ എല്ലാം സൂചന അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ഭാഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും താരിഫ് സംബന്ധമായിട്ടുള്ള പിന്നെ തർക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ രണ്ട് സമ്പദ്ഘടനകളും ഒരിക്കലും വേറിട്ട് നിന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് അമേരിക്കയുടെ കോർപ്പറേറ്റ് ലോകം തിരിച്ചറിയുന്നു. വരും ദിവസങ്ങളിൽ പല താരിഫ് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. അതുപോലെ തന്നെ തികച്ചും ട്രംപിന്റെ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഈഗോയുടെ പ്രശ്നമായിട്ടാണ് ഇന്ന് അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു താരിഫ് യുദ്ധത്തെ കാണും. വരും ദിവസങ്ങളിൽ ഇതിനൊക്കെ പരിഹാരമുണ്ടായി പുതിയൊരു യുഗത്തിലേക്ക് ഇന്ത്യ അമേരിക്കൻ ബന്ധം, പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ ബന്ധം വളരും എന്ന് തന്നെയാണ് കോർപ്പറേറ്റുകളുടെ ഈ നിക്ഷേപ പദ്ധതികൾ നൽകുന്ന സൂചന.